ടീച്ചറെ, എനിക്ക് തോന്നുന്നു ഈ കാലത്ത് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവം ശബരിമല തന്നെയാണ്. പക്ഷേ അതേസമയം ഇതൊന്നും വിശ്വാസികളെ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലായത് ഇത്തവണത്തെ നടവരവും അതിനപ്പുറം ഭക്തരുടെ സാന്നിധ്യവും കാര്യം അതൊന്നും കുറയുന്നില്ല. അപ്പോൾ ഭക്തരെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ അതേസമയം ഇത് ശബരിമലയെക്കുറിച്ച് അറിയുന്ന കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളും അല്ലാത്തവർക്കുമൊക്കെ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉള്ള ആളുകൾ സ്ഥിരമായി ശബരിമലയിൽ വരുന്നവർക്ക്. അപ്പോൾ ഇതെന്തായാലും ഇതിനൊരു രാജുപുരാൻ പറയുന്ന പോലെ ഇത് സ്വർണം കട്ടവൻ ആരാണെങ്കിലും അവനെ പിടിക്കണം, അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും പോകരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സ്വർണം പോകുന്നതിനേക്കാളും ഈ മോഷ്ടാവ് ആരാണെന്ന് അറിയണം. അപ്പോൾ ഈ കാര്യത്തിൽ ടീച്ചർ എടുക്കുന്നൊരു നിലപാടെന്താ? ഇവിടെ മോഷണം പോയ മുതൽ തിരിച്ചെടുക്കാൻ കഴിയുമായിരിക്കാം, ഒരു പക്ഷേ അതിൻ്റെ പ്രതിയെയും പിടിക്കുമായിരിക്കാം. പക്ഷെ അവിടം കൊണ്ട് മാത്രമല്ല ഇത്. ഇത്രയും മഹത്തായ ഒരു ക്ഷേത്രത്തിൻ്റെ നില എന്തിനാണ് ഒരു ഭരണ സംവിധാനം? അപ്പം അവിടുത്തെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ അങ്ങനെ ഒരു ഭരണ സംവിധാനം വേണ്ട. എന്തിനാണ് ഒരു ഭരണ സംവിധാനം? അരുതാത്തതൊന്നും അവിടെ നടക്കാതിരിക്കാനും വേണ്ടത് എന്താണോ അത് നടക്കാനും ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഒരു ഭരണ സംവിധാനം. അപ്പോൾ അതിൻ്റെ പരാജയമാണ് ഇത്തരം ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഭക്തരെ സ്വാധീനിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, കാരണം അവർ അയ്യപ്പനെ മാത്രം കരുതിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ മേലെ തന്നെ വലിയ ഒരു നിഴൽ വീഴ്ത്തത്തക്ക വിധത്തിൽ കരിനിഴൽ വീഴ്ത്തത്തക്ക വിധത്തിലുള്ള നടപടികളാണ് അവിടെ നടന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെ പോറ്റിയെ കയറ്റിയത് ആരാണെന്നോ പോറ്റിയെ പോറ്റിയത് ആരാണെന്നോ അത് തർക്കം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഈ മകരവിളക്ക് കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ പത്രവാർത്തകൾ വരുന്നു കണ്ടു, 5.5 ലക്ഷം ബിസ്ക്കറ്റ് പാക്കറ്റുകൾ ബാക്കിയായി. 550 പേരെ താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ടായിരുന്നു അവിടെ ബിസ്ക്കറ്റ് പാക്കറ്റുകൾ വിതരണം ചെയ്തിരുന്നത്. പക്ഷേ ഒരു പൈസ മേടിക്കാതെ അവിടെ ചുക്കുവെള്ള വിതരണത്തിനെന്ന് പറഞ്ഞാണ് താൽക്കാലിക ജീവനക്കാരെ വെക്കുന്നത്. ഒരു പൈസ വാങ്ങിക്കാതെ ഈ ചുക്കുവെള്ള വിതരണം, അതുപോലെ തന്നെ അന്നദാനം, ഇതൊക്കെ നടത്തിയിരുന്ന സന്നദ്ധ സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സന്നദ്ധ സംഘടനകൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസും, കോടതിയിൽ ചിലപ്പോൾ സത്യമല്ല ന്യായമാണല്ലോ വിജയിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ കൊടുത്ത് ആ സന്നദ്ധ സംഘടനകളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. പക്ഷേ പോറ്റിയോട് ആരും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ല. പോറ്റിയെ കയറ്റിയവരും പറഞ്ഞില്ല, പോറ്റിയെ പോറ്റിയവരും പറഞ്ഞില്ല കടക്ക് പുറത്ത് എന്ന്. പോറ്റിയുടെ വീട്ടിൽ പോകാനും സമ്മാനം കൊടുക്കാനോ സമ്മാനം മേടിക്കാനോ പോറ്റിയുടെ വീട്ടിലെ നൂലുകെട്ടോ തെരണ്ട് കല്യാണോ ഇതിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ മത്സരബുദ്ധിയോടുകൂടി മത്സരിച്ചവർ പോറ്റി അവിടെ സർവതന്ത്ര സ്വതന്ത്രനായി വിഹരിക്കും. അദ്ദേഹം ആരുമല്ല, മേൽശാന്തിയല്ല, തന്ത്രിയല്ല, തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളല്ല, മാളിയപ്പുറം മേൽശാന്തിയല്ല, ഇതൊന്നുമല്ല. ഒരു മേൽശാന്തിയുടെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് വന്നൊരു വ്യക്തി മാത്രമാണ്. ഇങ്ങനെ ഭീമാകാരമായി വളരത്തക്ക വിധത്തിൽ അയ്യപ്പനെ തന്നെ എടുത്ത് മറയ്ക്കാവുന്ന വിധത്തിൽ വളർന്നപ്പോഴും ഇവർക്ക് ആർക്കും നെറ്റി ചുളിഞ്ഞില്ല. നേരെ മറിച്ച് ഒരു ചുക്കുവെള്ളം കൊടുക്കുന്ന സംഘടനകളെ വരെ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള സംവിധാനം അവിടെ ഉണ്ടായി. അപ്പോൾ ആര് പുറത്ത് നിൽക്കണമെന്നും ആര് വളരണമെന്നും വളരെ വ്യക്തമായി ചിന്തിച്ചുറപ്പിച്ചവരാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലുള്ളത്. അതാണ് പുറത്തു വരേണ്ടത്. കട്ടവരെക്കാൾ കക്കാൻ വേണ്ട അരങ്ങൊരുക്കി കൊടുത്തത് ആര് എന്ന് കണ്ടെത്തി ആവർത്തിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.